ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു സ്ക്വാഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IPL തുടങ്ങാൻ എനിക്ക് കേവലം ഒരു മാസത്തോളം മാത്രമാണ് ബാക്കിയുള്ളത്. ഗുജറാത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ IPL കിരീടം പ്രഥമ സീസണിൽ വന്ന സീസണിൽ തന്നെ ഉയർത്തിയ ടീമാണ് ടൈറ്റൻസ്. എന്നാൽ അവർക്ക് അന്ന് കിരീടം നേടിക്കൊടുത്ത ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ ഇന്ന് ഗുജറാത്തിൻ്റെ കൂടാരത്തിലില്ല. പകരം ഇന്ത്യയുടെ യുവതാരം ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിനെ വരുന്ന സീസണിൽ നയിക്കുന്നത്. ഒരു യുവതാരമായിട്ടുള്ളത് തന്നെ, അല്ലെങ്കിൽ IPLിലേക്ക് ഫസ്റ്റ് ടൈം അതേ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതിൽ തന്നെ ഒരു ക്യാപ്റ്റൻസി പ്രഷർ സ്വാഭാവികമായിട്ടും ഗില്ലിൻ്റെ മേൽ കാണും. എന്നാൽ അതൊക്കെ അതിജീവിച്ച ഒരു മികച്ച ടീമിനെ തന്നെയാണ് ടൈറ്റൻസ് ലേലത്തിലൂടെയും സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമി എന്ന ഇന്ത്യയുടെ മികച്ച ബോളർ, അല്ലെങ്കിൽ ഗുജറാത്തിനെ സംബന്ധിച്ച് അവരുടെ കീ ബൗളർ ആശിഷ് നെഹ്റയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇത്തവണ IPLിൽ ടൈറ്റൻസിൻ്റെ കൂടെ ഇല്ല. പരിക്കേറ്റ് പുറത്തായ താരം IPLിൽ നിന്നും റോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആ ഒരു സ്ക്വാഡ് ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, നായകൻ ശുഭ്മാൻ ഗില്ലാണ്. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിനെ നയിക്കുന്നത്. ബാറ്റിങ്ങിൽ കൺസിസ്റ്റൻസിയുള്ള പേരുകൾ തന്നെയാണ് ഗുജറാത്തിനുള്ളത്. ഗില്ല്, സാഹ ഓപ്പണിംഗ് സഖ്യത്തിനൊപ്പം കെൻ വില്യംസൺ, സായ് കിഷോർ, ഡേവിഡ് മില്ലർ, മാത്യു വേർഡ്, രാഹുൽ തെവാട്ടിയ, സായ് മനോഹർ, ഷാരൂഖ് ഖാൻ, വിജയ് ശങ്കർ തുടങ്ങിയ മികച്ച ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലായാലും അസ്മത്തുൽ ഒമർ സായ് തുടങ്ങിയ മികച്ച താരങ്ങളുള്ള ടീം തന്നെയാണ് ടൈറ്റൻസ്. ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ മികച്ച വിദേശ താരങ്ങളെ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസ് ആയിട്ടും ആശിഷ് നെഹ്റയുടെ ഗുജറാത്ത് ടൈറ്റൻസിന് വരുന്ന IPL സീസണിൽ ഉപയോഗിക്കാം. ഹാർദിക്കിൻ്റെ ആ ഒരു അഭാവം വ്യക്തമായും നിഴലിച്ച് കാണാൻ തന്നെയാണ് സാധ്യത. ഗുജറാത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നായകൻ ഒരു യുവതാരം തന്നെയാണ്. അതായിരിക്കും മെയിനായിട്ടും അവർ നേരിടാൻ പോകുന്നൊരു പ്രോബ്ലം. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം അവർ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് തന്നെയായിരിക്കും അവരുടെ ആ ഒരു അടുത്ത IPL സീസണിലെ മുന്നോട്ടുള്ള പോക്കിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മികച്ച പേസ് ബൗളിംഗ് ലൈനപ്പോൾ മികച്ച ബോളിംഗ് ഡെപ്തുമുള്ള ടീം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. നമുക്കറിയാം, മുഹമ്മദ് ഷമിയുടെ അഭാവത്തിൽ പോലും മികച്ച പേസ് ബൗളേഴ്സ് ഗുജറാത്തിൻ്റെ സ്ക്വാഡിലുണ്ട്. മോഹിത് ശർമ്മ കഴിഞ്ഞ IPL സീസൺ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കേഴ്സ് 2ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ IPL സീസണിലെ ലീഡിംഗ് വിക്കറ്റേഴ്സിൻ്റെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് 3 ഗുജറാത്ത് ബോളേഴ്സ് തന്നെയായിരുന്നു. മുഹമ്മദ് ഷമി, മോഹിത് ശർമ്മ, റാഷിദ് ഖാൻ എന്നീ 3 താരങ്ങളായിരുന്നു കഴിഞ്ഞ IPL സീസണിൽ കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരങ്ങൾ. അതിൽ ഷമി ഇത്തവണ റോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. എന്നാൽ മോഹിത് ശർമ്മ ഇപ്പോഴും ഗുജറാത്തിൻ്റെ നിരയിലുണ്ട്, അവരുടെ മെയിൻ ഫാസ്റ്റ് ബൗളർ. ഷമിയുടെ അഭാവത്തിലും ഗുജറാത്തിൻ്റെ പ്രധാന കുന്തമന തന്നെയായിരിക്കും മോഹിത് ശർമ്മ. ഒപ്പം ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡ് ബൗളറായിട്ടുള്ള ഉമേഷ് യാദവിനെ കൂടി ലേലത്തിലൂടെ സ്വന്തമാക്കിയ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആ ഒരു പേസ് അറ്റാക്കിംഗ് ഡ്യുവോ, ഇന്ത്യൻ പേസ് ഡ്യുവോ മികച്ചത് തന്നെയാണ്. അപ്പം കാർത്തിക് ത്യാഗി എന്ന യുവതാരം കൂടി ചേരുന്നതോടുകൂടി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പേസ് ബൗളിംഗ് ലൈനപ്പ്, ഇന്ത്യൻ പേസ് ബൗളിംഗ് ലൈനപ്പ് വളരെ മികച്ചത് തന്നെയാണ്. അതോടൊപ്പം വിദേശ താരങ്ങളായിട്ടുള്ള ജോഷ് ലിറ്റിലും സ്പെൻസർ ജോൺസണും കൂടി ചേരുന്നതോടുകൂടി അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള പേസ് ബൗളിംഗ് ലൈനപ്പ്, അല്ലെങ്കിൽ ആ ഒരു പേസ് ബൗളേഴ്സിൻ്റെ ഡെപ്ത് വളരെ മികച്ചത് തന്നെയാണ്. എസ്പെഷ്യലി സ്പിന്നിലേക്ക് വരികയാണെങ്കിലും രാഹുൽ തെവാട്ടി ഒരു സ്പെഷ്യലൈസ്ഡ് സ്പിന്നർ കൂടിയാണ്. അദ്ദേഹം ഒരു പാർട്ട് ടൈം ബോളറായിട്ട് ഉപയോഗിക്കാവുന്ന താരമാണ്. മെയിൻ സ്പിൻ ബോളറായിട്ടുള്ള റാഷിദ് ഖാനും അതോടൊപ്പം തന്നെ നൂർ അഹമ്മദും ചേരുന്ന അവരുടെ ഒരു സ്പിൻ നിരയും ഒരു കോമ്പറ്റബിൾ ലൈനപ്പ് തന്നെയാണ് ടൈറ്റൻസിനുള്ളത്. സോ അതിനാൽ തന്നെ വരാനിരിക്കുന്ന IPL സീസണിൽ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു വിടവ് എങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസ് ശുഭ്മാൻ ഗില്ലിനെ വെച്ച് നികത്തും, അത് തന്നെയായിരിക്കും മെയിനായിട്ടും അവരുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിന് അടിത്തറ പാകാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.